السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلوات على النبي وسلامه وهو خير الأنام. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവർക്ക് സാഹിത്യരംഗത്തിൽ വാസനയുണ്ടാക്കാനും ദീനീ പ്രബോധന പ്രചരണ പ്രവർത്തനം പരിചയപ്പെടാനും ഒരു വേദിയായി സംഘടിപ്പിക്കപ്പെട്ട അഷ്അരിയ ശരീഅത്ത് കോളേജ് സാഹിത്യ സമാജം ദർസിന്റെ ഒരു വാർഷിക പരിപാടിയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മജ്ലിസുമായി സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ അനുഗ്രഹീതമായ സദസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ ദർസും നമ്മുടെ അശ്അരിയ സ്ഥാപനവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് അല്ലാഹു തആല ചെയ്ത നിഅമത്ത്
അത് ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, അള്ളാഹു ചെയ്ത അനുഗ്രഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരും ഉപയോഗപ്പെടുത്തുന്നവരും ആരാണോ അവർക്കെല്ലാം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ഏത് സദസ്സിലും ഞാൻ എറണാകുളത്ത് വരുന്ന കാലം മുതലേ എല്ലാ സദസ്സിലും നിറഞ്ഞു നിൽക്കാറുള്ള നമ്മുടെ എയർലൈൻസ് ഹാജിയാർ നല്ല സുഖം ഇല്ല എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. രോഗികളായ പലരും നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലും ഉണ്ട്. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന് പലരും രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കും അവർക്കുമെല്ലാം പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾക്കും ദീനീ പ്രവർത്തകർക്കുമെല്ലാം അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇവിടെ നോട്ടീസിൽ കാണിച്ചിട്ടുള്ളത് ആത്മീയ പ്രഭാഷണം എന്നാണ്. ആത്മീയ പ്രഭാഷണം നടത്താൻ ഞാൻ ആളല്ല, അതിന് എനിക്ക് അർഹതയും ഇല്ല. അതേസമയം ആത്മീയ ചിന്തയുള്ള ധാരാളം സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും നമ്മുടെ മുൻഗാമികളായി നമുക്ക് ആത്മീയോപദേശം നൽകിയവർ ഉണ്ട്. ആ മഹാന്മാർ അവരുടെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ നൽകിയ ഉപദേശങ്ങൾ, അവർക്ക് ആ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ആത്മീയ ചൈതന്യമുള്ള മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങൾ, അത് അറിയാവുന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്തുധരിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങളെ കൂട്ടത്തിൽ എത്രയോ വലിയ വലിയ മഹാന്മാരെയും ആത്മീയ ചൈതന്യമുള്ളവരെയും സദസ്സിലും സ്റ്റേജിലും അല്ലാഹു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരല്ല ഈ വിനീതനായ ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയുന്നത് എന്നെക്കുറിച്ച് മാത്രമാണ്. ഞാൻ ഒരാത്മീയ പ്രഭാഷണം നടത്തി മറ്റുള്ളവരെ ആത്മീയമായ ചൈതന്യമുള്ളവരാക്കി തീർക്കാനുള്ള കെൽപ്പും അറിവും കഴിവും എനിക്കില്ല എന്നത് എനിക്ക് ബോധ്യമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ജീവിതത്തിലും നമ്മോട് കൂടി ദീനീ പ്രവർത്തനം നടത്തുന്നവരുടെ ജീവിതത്തിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വല്ലപ്പോഴും സംഭവിച്ചു പോയെങ്കിൽ അവൻ സാധുവായി എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മാപ്പ് നൽകുകയും ചെയ്യുമാറാകണം. സുഹൃത്തുക്കളെ, മനുഷ്യന് ശരീരം, ആത്മാവ്, ഇങ്ങനെ രണ്ട് ഘടകം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരമാകുന്ന ബോഡിയെ നിയന്ത്രിക്കുന്നത് ആത്മാവാകുന്ന ഡ്രൈവറാണ്. ശരീരത്തിന് പ്രായം ജന്മം മുതൽക്ക് നാം കണക്കുകൂട്ടുന്നതാണെങ്കിൽ ആത്മാവിന്റെ പ്രായം അതിനേക്കാളെല്ലാം എത്രയോ കൂടുതൽ ആണ്. ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മാതാവിന്റെ വയറ്റിൽ 4 മാസത്തോളം നടന്നപ്പോഴാണ് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്ന് ആ ബോഡിയിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത് അത്ഭുതകരമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും അള്ളാഹുവിലേക്ക് അവന്റെ ഹൃദയം നീങ്ങുകയും
അപ്പോഴും അവൻ അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്വത്തെ, അവന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ ഒരു ചുരുക്കസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. പല സ്ഥലത്തും സുബ്ഹാന എന്ന വാചകം അല്ലാഹു തആല എടുത്തു പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ വളരെ ബൃഹത്തായ ഒരു സൂറത്താണ്. ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ 10 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുമാറ് അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. തുടക്കം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ യാസീൻ. യാസീൻ എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉണ്ട്. യാസീൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരുമാണ്. ഇരിക്കട്ടെ, വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജനാണ്, വ്യാജ നബിയാണ് എന്ന് വാദിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് മറുപടി പറയുന്നതാണ് സൂറത്ത് യാസീനിന്റെ തുടക്കം. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നിശ്ചയമായും താങ്കൾ ഒരിക്കലും തന്നെ വ്യാജനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചിട്ടുള്ള മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ, തീർച്ചയായും അവിടുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് സൂറത്ത് യാസീനിന്റെ തുടക്കം. അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ തങ്ങളെ സംബന്ധിച്ച് ആരും ധരിക്കേണ്ടതോ പറയേണ്ടതോ ചിന്തിക്കേണ്ടതോ ആയ യാതൊരു സാഹചര്യവും വാസ്തവത്തിൽ ഇല്ല. കാരണം ഓ നബിയെ, തങ്ങൾ നേർക്ക് നേരെയുള്ള മാർഗത്തിന്മേലാണ് തങ്ങൾ ഉള്ളത്. പിന്നെ എന്തിനാണ് തങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം? എന്തിനാണ് അങ്ങയെ കേൾക്കേണ്ട ആവശ്യം? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഈ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ നന്നാകാത്ത ഒരു വിഭാഗത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ. കാണേണ്ടത് കാണാനും ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും കഴിയാത്ത, സത്യത്തിന്റെയും അസത്യത്തിന്റെയും സത്യത്തിന്റെയും അവരുടെയും ഇടയിൽ മറയിട്ടു പോയ ഒരു വിഭാഗം. അങ്ങനെ ഒരു വിഭാഗത്തെ അല്ലാഹു പരാമർശിക്കുന്നു. എന്നാൽ ആ സൂറത്ത് യാസീനിൽ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളെ സംബന്ധിച്ചും ഖുർആൻ എടുത്തു പറയുന്നു. അർസൽനാ ഇലൈഹിം മുസ്ലിമീൻ. രണ്ടാളുകളെ നിയോഗിച്ചയച്ചു. അവർ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ അവരെ ശത്രുക്കൾ ജയിലിലടച്ചു. ഫഅസ്സസ്നാഹും ബിസാലിഹിൻ. മൂന്നാമത്തെ ഒരാളെ കൊണ്ട് അദ്ദേഹത്തിന് ശക്തി പകർന്നു, അവർക്ക് ശക്തി പകർന്നു. കൂട്ടായ്മയോടുകൂടി യോജിപ്പോടുകൂടി കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനാൽ പ്രവർത്തനത്തിന് ശക്തിയുണ്ടാകുമെന്നും അങ്ങനെയാണ് പ്രവർത്തനത്തിന് ശക്തി നേടിയെടുക്കേണ്ടതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടായ്മയോടുകൂടെയുള്ള പ്രവർത്തനം ഇരിക്കട്ടെ, വളരെ ഹിക്മത്തോടുകൂടിയും വളരെ നയപരമായും പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അല്ലാഹു തആല പറയുന്നു. എന്നാൽ ശത്രുക്കളിൽ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഏറുകൊണ്ട്
മരണപ്പെട്ടുപോയ ഒരു പ്രബോധന പ്രവർത്തകനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞുകൊന്നുകളഞ്ഞു. വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ശത്രുക്കളുടെ മുമ്പിൽ ആ പ്രബോധകന്മാർ നിരത്തിവെച്ചിരുന്നു. പല അത്ഭുതങ്ങളും അവർ കാണിച്ചു കൊടുത്തിരുന്നു. മരിച്ചവരെ ഹയാത്താക്കിയിട്ട് പോലും അവർ അവിടെ തെളിവുകൾ നിരത്തി കാണിച്ചു കൊടുത്തിരുന്നു. ഒക്കെ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. സൂറത്ത് യാസീൻ 7 ദിവസം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നായി അതിന്റെ CD ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. സുഹൃത്തുക്കളെ, ആ സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. ശത്രുക്കൾ എറിഞ്ഞു കൊന്നുകളഞ്ഞപ്പോൾ ആ എറിഞ്ഞു കൊന്നുകളഞ്ഞ ശത്രുക്കളോട് മരണത്തിന്റെ ശേഷം പോലും ഒരു വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെക്കാത്ത നിഷ്കളങ്കനായ ഒരു ദീനീ പ്രവർത്തകൻ, ഒരു ദീനീ പ്രബോധകൻ, അതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഖീല ദുഖുലിൽ ജന്ന. ശത്രുക്കൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നുകളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു. ഖീല ദുഖുലിൽ ജന്ന. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എറിഞ്ഞു കൊന്നുകളഞ്ഞ സമൂഹത്തോട് മരണത്തിന് ശേഷവും ഒരിക്കലും ശത്രുത തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹതാപം തോന്നുകയാണ്. എനിക്ക് അല്ലാഹു തആല സ്വർഗം തന്നു, എന്റെ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ എന്നെ നിഷേധിച്ച് അവരെന്നെ എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആ കക്ഷികൾ ഇനിയെങ്കിലും അല്ലാഹു തആല എനിക്ക് മാപ്പ് തന്ന വിവരവും, എനിക്ക് അല്ലാഹു തആല കറാമത്ത് തന്ന വിവരവും, എന്നെ അല്ലാഹു ആദരിച്ച വിവരവും, എന്നെ അല്ലാഹു സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ വിവരവും അവരറിഞ്ഞ് ഇനിയെങ്കിലും അവർ നന്നായെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്ന് മരണശേഷവും കൂടി നസഹ ലിഖൗമിഹി ഹയ്യൻ വമൈതാ. ജീവിച്ചിരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷവും എന്റെ സമുദായം നന്നായി കാണേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ പ്രബോധന പ്രവർത്തനവും നയവും വിശാലമായ മനസ്സും സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ സൂറത്ത് യാസീൻ ഏകനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അടിക്കടി സൂചിപ്പിക്കുന്നു. അതിൽ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ധാരാളം ഇനങ്ങളായി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച റബ്ബ് പരിശുദ്ധനാണ്. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കൾ, അതൊക്കെ ധാരാളം ഇനങ്ങളാണ്. വമിൻ അൻഫുസിഹിം, അവരെ ശരീരത്തിനാലുള്ളതും അവരെ ശരീരത്തിൽ നിന്നുള്ളതും എല്ലാം ഇനങ്ങളാണ്. വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത പലതും, അല്ലാഹു സൃഷ്ടിച്ചതും സൃഷ്ടിക്കുന്നതും ഒക്കെ ധാരാളം ഇനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാചകം? കാപ്പി കൃഷി ചെയ്യുന്നവർക്കറിയാം കാപ്പി എത്ര ഇനങ്ങളാണ്. തെങ്ങ് കൃഷി ചെയ്യുന്നവർക്കറിയാം തെങ്ങ് എത്ര ഇനങ്ങളാണ്, തേങ്ങ എത്ര ഇനങ്ങളാണ്. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവർക്കറിയാം നെല്ല് എത്ര ഇനങ്ങളാണ്, ഗോതമ്പ് എത്ര ഇനങ്ങളാണ്, കാരക്ക ഈത്തപ്പഴം എത്ര ഇനങ്ങളാണ്, മുന്തിരിങ്ങ എത്ര ഇനങ്ങളാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏത് സസ്യങ്ങൾ എടുത്താലും ഏത് കൃഷികൾ എടുത്താലും എത്ര ഇനങ്ങളാണ് അതുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എത്ര ആളുകളാണ് ഈ സദസ്സിൽ പങ്കെടുത്തത്? ഓരോരുത്തരുടെയും മുഖം വെവ്വേറെയാണ്, ഓരോരുത്തരുടെയും സ്വഭാവം വെവ്വേറെയാണ്.
ഓരോരുത്തരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ശൈലി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും സൗണ്ട് വ്യത്യസ്തമാണ്, സംസ്കാരം, ജീവിത രീതി, ഏത് വിഷയമെടുത്ത് നോക്കിയാലും ഇനങ്ങളാണ്. സ്വന്തം ഒരു ബാപ്പക്കും ഉമ്മക്കും 12 മക്കൾ ജനിച്ചപ്പോൾ ആ 12 മക്കളുടെയും മുഖം വെവ്വേറെയാണ്. പരസ്പരം തിരിച്ചറിയാത്ത ഒരു കുട്ടിയും ഇല്ല. ചിലർ പറയാറുണ്ട് ഇരട്ട വെച്ചതുകൊണ്ട് കണ്ടാൽ അറിയുന്നില്ല. നമുക്കറിയുന്നില്ല എന്നേ ഉള്ളൂ, ഭാര്യമാർക്കറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യക്കും തിരിച്ചറിയുന്നില്ലേ, കുടുങ്ങിപ്പോകില്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ നോക്കാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടും പരിചയപ്പെടാത്തതുകൊണ്ടും നമുക്കും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. വിഷയങ്ങൾ വ്യത്യാസമാണ് അല്ലേ? കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. 100-700 കോടി ജനങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മരിച്ചുപോയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇനിയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നുമുണ്ട്. പക്ഷേ ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യനും വേറൊരു മനുഷ്യനെ പോലെയില്ല. എല്ലാവരും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം. അല്ലേ? 1000 കോടി ഉറുപ്പികയുടെ ഒരു ബിൽഡിംഗ് എറണാകുളത്ത്, ആ ബിൽഡിംഗ് മറ്റൊരാൾക്ക് അദ്ദേഹം വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിരലടയാളം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സിൽ വെച്ചുകൊടുത്തു, ആധാരത്തിൽ വെച്ചുകൊടുത്തു. എന്താണത് അറിയിക്കുന്നത്? ലോകത്ത് അതുപോലൊരു വിരലടയാളം മുമ്പാർക്കും ഉണ്ടായിട്ടില്ല, ഇനി ആർക്കും അങ്ങനെ ഒരു വിരലുണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ വിരലടയാളം കൊണ്ട് എന്താ കാര്യം? നിങ്ങളെ പറമ്പും വിറ്റ് നിങ്ങളെ സ്വത്തും വിറ്റ് ഞാൻ പോകൂലേ? അപ്പൊ ഓരോ മനുഷ്യന്റെയും വിരലുകൾ വ്യത്യസ്തമാണ്, കണ്ണുകൾ വ്യത്യസ്തമാണ്. വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, മനുഷ്യന്റെ കണ്ണ് സ്കാൻ ചെയ്ത് അവിടെ എടുത്തു വെച്ചിരിക്കുന്നു പലരുടെയും. കാരണം ഇക്കണ്ണും കൊണ്ട് എനിക്ക് വരണ്ടെന്ന് വെച്ചിട്ട്. സൂറത്ത് യാസീൻ അവസാനവും പറഞ്ഞതെന്താണ്? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. അല്ലേ? മനുഷ്യന്റെ ചിന്തക്കുറവിനെ സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിച്ചു. അഹങ്കാരിയായ മനുഷ്യൻ, ആ മനുഷ്യൻ എന്തും ചോദ്യം ചെയ്യാൻ ഇറങ്ങുകയാണ്. പക്ഷേ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ ആലോചിക്കുന്നില്ല അവന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച്. അവന്റെ ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും അവൻ ആലോചിക്കുന്നില്ല. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യൻ അറിയുന്നില്ലേ, കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് നുത്ഫത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനതാ വ്യക്തമായ തർക്കക്കാരനായി, വാദക്കാരനായി രംഗത്ത് വരികയാണ്. അവനെ നമ്മൾ പടച്ചത് ബീജത്തിൽ നിന്നാണ്. എന്ത് ബീജം? നഗ്നദൃഷ്ടി കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത, സാധാരണ കണ്ണട വെച്ച് നോക്കിയാലും കാണാൻ കഴിയാത്ത, സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന അത്രയും ചെറിയൊരംശം
മനുഷ്യന്റെ ഇന്ദ്രിയതുള്ളിയിൽ നിന്ന് വളരെ ചെറിയൊരംശമെടുത്തിട്ട് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ. നമ്മളവനെ സൃഷ്ടിച്ച് ശക്തിയുള്ള, ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള മനുഷ്യനാക്കി വളർത്തിയെടുത്തപ്പോൾ അവൻ തർക്കിച്ച് തർക്കം എവിടെ എത്തി? വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവന്റെ തർക്കം മൂർച്ഛിച്ച് എവിടെ എത്തി? അതാ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് ഞാൻ ഓർക്കുന്നു. മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ദ്രവിച്ച പഴകിയ എല്ലെടുത്ത് കയ്യിൽ പിടിച്ചു. ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് അവന്റെ ശക്തി ഉപയോഗിച്ച് അവനൊന്ന് ഞെക്കിപ്പിടിച്ചപ്പോൾ ആ എല്ല് പൊടിയായി, ഇങ്ങനെ ദ്രവിച്ച എല്ല് പൊടിയായി ഉതിർന്നുതിർന്ന് വീഴുകയാണ്. അത് വീഴുമ്പോൾ അവന്റെ ധൈര്യത്തോടെയുള്ള ചോദ്യം, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ. പടച്ച റബ്ബ് അഡ്വാൻസായി തന്നെ പറയുകയാണ്, അവൻ നമ്മക്ക് ഉപമയാക്കിയിട്ട് പടച്ചവനെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്നാൽ വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ വിസ്മരിച്ചിരിക്കുന്നു. അവൻ എങ്ങനെയാണ് എല്ലായത്? അവൻ എങ്ങനെയാണ് തോലുണ്ടായത്? അവൻ എങ്ങനെയാണ് മാംസമുണ്ടത്? അവൻ എങ്ങനെയാണ് രക്തമുണ്ടായത്? എങ്ങനെയാണ് മജ്ജയുണ്ടായത്? എങ്ങനെയാണ് രോമമുണ്ടായത്? എങ്ങനെയാണ് രക്തമുണ്ടായത്? എങ്ങനെയാണ് അവന്റെ ഓരോന്നോരോന്ന് സൃഷ്ടിച്ചത്? അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവന്റെ സൃഷ്ടിപ്പവൻ മറന്നുപോയി. അവന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യം എന്തായിരുന്നു? കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ഉറച്ച എല്ലില്ല, തോലില്ല, അതുപോലെ മാംസമില്ല, മജ്ജയില്ല, രോമമില്ല, പല്ലില്ല, ഒന്നുമില്ല. വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരംശമായിരുന്നു ബീജം. ആ ബീജത്തിൽ നിന്നാണ് അവനെ നമ്മൾ പടച്ചത്. പക്ഷേ അവനിപ്പോൾ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ കഴിവിനെ. അവൻ ചോദിച്ചത് എന്താണ്? വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ. അവന്റെ സൃഷ്ടിപ്പിനെ അവൻ വിസ്മരിച്ചു പോയി. അവൻ നമുക്ക് ഉപമയാക്കിയിട്ട് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് അവൻ ചോദിച്ചത്? മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ദ്രവിച്ച് പഴകി അതാ പൊടിയായി പോകുന്ന ഈ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് ഇതിനെ മനുഷ്യനാക്കി രണ്ടാമത് രൂപപ്പെടുത്താൻ കഴിയുക എന്നാണല്ലോ അവന്റെ ചോദ്യം. എന്താണ് അവന്റെ വിഡ്ഢിത്തം? എന്താണ് അവന്റെ വിവരക്കേട്? എന്താണ് അവന്റെ ബുദ്ധിശൂന്യത? എന്താണ് അവന്റെ വിവേകശൂന്യത? കാരണം ഈ എല്ലും തോലും പല്ലും ഇത് മുഴുവനും നമ്മൾ പടച്ചത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത. ഇപ്പോൾ ഈ എല്ല് അവൻ കയ്യിൽ പിടിച്ച് അതിങ്ങനെ ഞെക്കിപ്പിടിക്കുമ്പോൾ പൊടിയായി ഉതിർന്ന് വീണുപോകുന്നത് നഗ്നദൃഷ്ടി കൊണ്ട് കാണുന്നുണ്ടല്ലോ. എന്നാൽ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ബീജത്തിൽ നിന്നല്ലേ ഈ ശക്തിയുള്ള മനുഷ്യനെ നമ്മൾ പടച്ചിട്ടുള്ളത്. അതാണ് റബ്ബിന്റെ സംസാരം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ദ്രവിച്ചുപോയ ഈ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുകയെന്ന് അവൻ നമ്മളെ വെല്ലുവിളിക്കുകയാണല്ലേ. എന്നാൽ ഖുൽ, പറയൂ നബിയേ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യം അതിനെ പടച്ചവനാരാണോ അവൻ തന്നെ അതിനെ ജീവിപ്പിക്കുമെന്ന് മറുപടി പറയൂ നബിയേ. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. എത്ര അർത്ഥവത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആ അവതരണം! എത്ര അർത്ഥവത്താണ്! എത്ര ഹൃദയസ്പർക്കായ സംസാരമാണ്! മറുപടിയാണ് ഖുർആൻ പറയുന്നത്. ഈ എല്ലിനെ ആര് ജീവിപ്പിക്കുമെന്ന് ചോദിക്കുന്ന ആ മനുഷ്യന് എല്ലെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചുകൂടെ? അവന്റെ മാതാവിന്റെ വയറ്റിലേക്ക്
മാതാവ് എല്ല് വിഴുങ്ങിയിട്ടില്ല. അവന്റെ മാതാവിന്റെ വയറ്റിലേക്ക് മാതാവ് ഒരു മാംസക്കഷ്ണം അതാ വിഴുങ്ങിയതല്ല. അവൻ എല്ലും തോലും മാംസവും ഒക്കെയായി ഈ ലോകത്തേക്ക് വന്നത്. അത് വളർന്നത്, വരുന്ന സമയത്തില്ലാത്ത പല്ല് പിന്നീട് ശരീരത്തിൽ വന്നത്, അങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നും. സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലത്ത് പ്രസവിച്ച ഉടനെ താടിയിൽ രോമം കൊടുത്തിട്ടില്ല, മീശയിൽ രോമം കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ചെറിയ പിഞ്ചുമക്കളെ എടുത്ത് ചുംബിക്കുന്നത് പോലെ താടിയും മീശയുമൊക്കെ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുട്ടിയായി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു താടിയും മീശയുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാതാവിന്റെയോ പിതാവിന്റെയോ ഒരു ചുംബനമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നോ? ഇപ്പൊ നമ്മളെ ആരെങ്കിലും പിടിച്ച് ചുംബിക്കുന്നുണ്ടോ? എന്തേ കാരണം? അതേ നാരും വേരും വന്നുപോയി. ആർക്കും ഇപ്പോൾ ആ നേരത്തെയുള്ള വാത്സല്യവും ചുംബിക്കാനുള്ള മനസ്സും വരുന്നില്ല. അതുണ്ടാകാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു രോമം പോലും താടിയിൽ തരാതെ, ഒരു രോമം പോലും മീശയിൽ മുളക്കാതെ അതേ ചെറിയ പിഞ്ചുകുട്ടിയായി വന്നപ്പോ എന്താണ് റബ്ബിന്റെ ഒരു സംവിധാനം? ഇനി നിങ്ങൾ നോക്കൂ, അതേ സമയത്ത് തല പിടിച്ച് സാധാരണ ആരും ചുംബിക്കാറില്ല. അതുകൊണ്ട് തന്നെ തലയിൽ രോമം തന്നിട്ടുമുണ്ട്. അതുകൊണ്ടൊരു തകരാറും സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, പ്രസവിച്ച ഉടനെ മാതാവിന്റെ മുല കുടിക്കേണ്ട കുട്ടി മുല കുടിക്കുന്ന സമയത്ത് മാതാവിന്റെ മുല കടിച്ചുപോയാൽ, മാതാവിന്റെ മുല പഴുത്തുപോയാൽ മാതാവ് മുല കുടിക്ക് തരുന്നത് തന്നെ നിന്നുപോകും. അപ്പോൾ പട്ടിണി കിടന്ന് ഈ കുട്ടി മരണപ്പെട്ടു പോകും. അതുകൊണ്ട് മുലപ്പാല് കുടിച്ച് അല്പം വളർന്ന് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാകം വരുന്നത് വരെ പല്ലും അല്ലാഹു തആല തന്നിട്ടില്ല. കാരണം പല്ല് തന്നാൽ അപകടമാണ്, പല്ലില്ലാതിരിക്കുന്നത് അനിവാര്യമാണ്. ഈ രൂപത്തിൽ ഓരോ സന്ദർഭത്തിലും ആവശ്യമായത് പടച്ചു തന്നുകൊണ്ട് സർവ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബിനെ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ആ റബ്ബിലേക്ക് മനസ്സ് തിരിയാതെ അവൻ ഭൗതിക ലോകത്തും ഭൗതിക സ്ഥാനങ്ങളിലും ഭൗതിക ചിന്തയിലും അവന്റെ മനസ്സ് തിരിക്കുന്നുവെങ്കിൽ അവനല്ലയോ ലോകത്ത് ചിന്തയില്ലാത്ത മനുഷ്യൻ, അവനല്ലേ അഹങ്കാരമുള്ള മനുഷ്യൻ, അവനല്ലേ നന്ദിയില്ലാത്ത മനുഷ്യൻ, അവനല്ലേ വാസ്തവത്തിൽ ഒന്നും തിരിയാത്ത മനുഷ്യൻ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون أوليس الذي خلق السماوات والأرض ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അല്ലാഹു ജല്ല ജലാലുഹു അവൻ സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. 15 കോടിയോളം കിലോമീറ്റർ അകലെ ഒരൊറ്റ ബൾബ്, ആ ബൾബെങ്ങാനും നമ്മുടെ സമീപത്താണ് കത്തുന്നതെങ്കിൽ നമ്മൾ ചൂടുകൊണ്ട് നശിച്ചു പോകും. ആ ബൾബെങ്ങാനും അതിനപ്പുറത്താണെങ്കിൽ അതും തകരാറ് സംഭവിക്കും. കൃത്യമായി അതിനെ അവൻ നിർത്തി. എന്നിട്ടോ ഒരു നയാകാശ് പോലും ചെലവില്ലാതെ, ഡീസൽ ചെലവില്ല, പെട്രോൾ ചെലവില്ല, മണ്ണെണ്ണയില്ല, ഗ്യാസില്ല, ഒരാൾക്കും 5 പൈസയും വാടക കൊടുക്കേണ്ടതില്ല. ആ സൂര്യനെ കൊണ്ട് എത്ര സ്ഥലങ്ങളിലാണ് അവൻ ഒരേ സമയത്ത് വെളിച്ചം നൽകിയത്, ഏതെല്ലാം റൂമിന്റെ ഉള്ളിലാണ് ആ വെളിച്ചം എത്തിച്ചത്.
ആ സൂര്യന്റെ ഊർജം കൊണ്ട് സൂര്യനില്ലാത്ത സമയത്ത് പോലും എത്രയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഗോളങ്ങളെ മുഴുവനും പടച്ച റബ്ബ് ചെറിയ പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, അതാ ലക്ഷക്കണക്കായ മത്സ്യങ്ങളെ പടച്ച റബ്ബ് ചെറിയ പുല്ല് പുഷ്പങ്ങൾ മുതൽക്ക് വലിയ മരങ്ങൾ വരെ ഓരോന്നും പടച്ച റബ്ബ് അത്ഭുതമാണ്. അവന്റെ സൃഷ്ടിപ്പ് മുഴുവനും അത്ഭുതമാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ചിന്തിക്കട്ടെ. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരു ബീജം, അതേ ആ ബീജവും അണ്ടവും സങ്കലനം നടത്തി അതേ മനുഷ്യന്റെ മാതാവിന്റെ വയറ്റിൽ ഭ്രൂണമായി വളർന്ന ആ മനുഷ്യൻ, അവനൊന്നാലോചിക്കട്ടെ, ബാപ്പയുടെ മുഖവുമായി മകന്റെ മുഖത്തിനൊരു ചെറിയ തുല്യത കാണുന്നു. ചിലപ്പോൾ ബാപ്പയുടെ സൗണ്ട് തന്നെ മകനും ലഭിച്ചത് കാണുന്നു. മറ്റ് ചിലപ്പോൾ ബാപ്പയുടെ ഭംഗി മനുഷ്യന് ലഭിച്ചത് കാണുന്നു. മറ്റ് ചിലപ്പോൾ ബാപ്പയുടെ ശാരീരിക പ്രകൃതി തന്നെ, അതേ ബാപ്പ മെലിഞ്ഞിട്ടാണോ മകനും മെലിഞ്ഞിട്ട്, ബാപ്പ തടിച്ചിട്ടാണോ മകനും തടിച്ചിട്ട്, ബാപ്പ കറുത്തിട്ടാണോ മകനും പലപ്പോഴും കറുത്തിട്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ബാപ്പയുമായോ ഉമ്മയുമായോ ബാപ്പ ഉമ്മയുടെ കുടുംബത്തിലുള്ളവരുമായോ തുല്യത കാണുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അറിയാമല്ലോ. ഒരാള് നമ്മുടെ അശ്അരിയ സ്ഥാപനത്തിന് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ അശ്അരിയുടെ മേലെ ഒരു നില ബിൽഡിംഗ് എടുക്കണം, ഒരു നില കൂടി ഉണ്ടാക്കണം. അതിനെല്ലാ ആളുകളും നല്ല സംഭാവന കൊടുക്കണം. അപ്പൊ ഈ അശ്അരിയക്ക് കുറെ പൈസ ആവശ്യമുണ്ട്. അതിന്റെ പിരിവിന് വേണ്ടി പോകാൻ വേണ്ടി ആരോടെ നമ്മൾ പോവാ, ആരെയാ കാണുന്നത് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഒരാളെ പറ്റി നമ്മൾ അയാളെടുത്ത് പോവാ, എന്താ കാരണം? അയാൾ എന്തെങ്കിലും കൊടുക്കും. അയാളെ ബാപ്പി അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും കൊടുക്കുന്ന ആൾ. നമ്മൾ അവിടെ പോവാ, അവിടെ പോയി അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു വലിയ പൊരണ്ടല്ലോ ഇവിടെ. ഇവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ മുസ്ലിമികൾ തന്നെയാണോ? ആ മുസ്ലിമികൾ തന്നെയാണ്. പക്ഷെ അവിടെ കയറിയിട്ട് കാര്യമില്ല ഉസ്താദേ. അതെ, 5 പൈസ അയാൾ കൊടുക്കൂല. അതെ, അയാളെ ബാപ്പി അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ചെറിയ ബീജം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല, അത്ര ചെറിയൊരു സാധനം. അതിന്റെ ഉള്ളിൽ അല്ലാഹു തആല ബാപ്പാന്റെ ബുഖലടക്കം വെച്ചിരിക്കുകയാണ് മകന് അനന്തരായി. ബാപ്പ ഒന്നും കൊടുക്കാത്തവനെ മകനും അതേ ഒന്നും കൊടുക്കാത്ത സ്വഭാവം. ബാപ്പ നല്ല ഭംഗിയുള്ളവരാണെങ്കിൽ അതേ ഭംഗി മകന്. ബാപ്പാന്റെ സൗണ്ട് എന്തിനധികം പറയണം? ഒരാളെ കാലിന്റെ മടമ്പ് പൊട്ടിയിരിക്കുന്നു, നല്ല തണുപ്പായപ്പോ. എന്റെ കാലിന്റെ മടമ്പിങ്ങനെ പൊട്ടിയിരുന്നു. ആ ഉമ്മാന്റെ കാലിന്റെ മടമ്പും പൊട്ടാറുണ്ടായിരുന്നു. അപ്പൊ തണുപ്പിന് പൊട്ടുന്ന പൊട്ടടക്കം ഇതിന്റെ ഉള്ളിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ഈ ബീജത്തിന്റെ ഉള്ളിൽ. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയോ ഒരാൾക്ക് വല്ലാത്ത ക്ഷീണം, ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഷുഗറിന്റെ ഒന്നൊന്ന് നോക്കണം. ഷുഗർ ഒന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് തോന്നല്ലോ. നിങ്ങളെ വാപ്പാക്ക് ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. എന്നാ ബർക്കത്തിന് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ എന്താണ്? ആ ബാപ്പാന്റെ ഷുഗർ അടക്കം ഇതിന്റെ ഉള്ളിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾക്ക് മാനസിക രോഗം, ഡോക്ടറെ കാണിച്ച കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ബീജത്തിന്റെ ഉള്ളിൽ ആ മാനസിക രോഗം ഉൾപ്പെടുത്തി. ഈ രൂപത്തിൽ ഓരോ വിഷയങ്ങളും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ഒരു വസ്തുവിൽ ഉൾപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അവന്റെ അധികാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവന്റെ പരിശുദ്ധത വാഴ്ത്തിപ്പോകാത്തവൻ ബുദ്ധിയുള്ളവനാണോ? അല്ലാഹു അതാണ് പറഞ്ഞത്. അതേ, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ. പച്ചയായ മരങ്ങൾ, അതേ വീട്ടിലിരുന്നിട്ട് പർവ്വതങ്ങളിലേക്ക് നോക്കുമ്പോൾ പർവ്വതത്തിന്റെ മേലെ കാട്ടുതീ പടരുന്നത് കാണുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്?
കാട്ടിലുള്ള മുളകൾ, കാട്ടിലുള്ള മരങ്ങൾ തമ്മിൽ ഉരസി കത്തുകയാണ്. ആ മരം തന്നെ കൊണ്ടുവന്ന് നമ്മളതാ ഒരു മെഷീനിൽ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം കിട്ടും. പക്ഷേ ആ വെള്ളമുള്ള മരങ്ങൾ തന്നെ പരസ്പരം ഉരസിയിട്ട് കത്തുകയാണ്. ഒരേ സമയത്ത് തീയും ഒരേ സമയത്ത് വെള്ളവും മരങ്ങളിൽ പലതിലും അല്ലാഹു വെച്ചിരിക്കുന്നു. അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി നാറാ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ. സുബ്ഹാനല്ലാഹ്. പടച്ചവന്റെ ചോദ്യം എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ തറിച്ചു ചെല്ലേണ്ട ചോദ്യമല്ലേ? ചിന്തിക്കാൻ ഒരു മനുഷ്യനുണ്ടോ? അവൻ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാതിരിക്കുമോ? ഒരു പശു, ആ പശു അതിനെ സംബന്ധിച്ച് അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പശുവിനെ സംബന്ധിച്ച്, ആടുമാടുകളെ സംബന്ധിച്ച് സൂറത്ത് യാസീനിൽ അല്ലാഹ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്റെ പ്രസംഗത്തിൽ, യാസീനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഒരു പശു പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ആ പുല്ല് നേരത്തെ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് എന്താണ്? ഉണങ്ങിയ ഭൂമി. ഒരു മഴ ഇങ്ങ് പെയ്തപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പുല്ലിന്റെയും അതുപോലെ സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവിടെയെല്ലാം കിടക്കുന്നുണ്ട്. ആ പൊടിപടലങ്ങളായി നശിച്ചുപോയ പുല്ലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അതാ പുനർജീവിതം കൊടുക്കുന്നു പുല്ലിന്. പുല്ല് വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ നന്നായി തിങ്ങി വളരുകയാണ്. അല്ലാഹുവിന് നശിച്ചുപോയൊരു വസ്തുവിനെ രണ്ടാമതുണ്ടാക്കൽ ഒരു പ്രശ്നമാണോ? ആ പുല്ലൊരു പശു തിന്നപ്പോൾ ആ പശുവിന് പുല്ലുകൊണ്ടതിന്റെ ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ രക്തമുള്ള പശു, അതിന്റെ രക്തം തന്നെ അതാ പാലായി മാറുകയാണ്, പാലായി ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ പാല് മനുഷ്യൻ കറന്നെടുത്തപ്പോൾ ആ പാല് തന്നെ അതാ മോരും തൈരുമായി മാറ്റുകയാണ്. അതിൽ നിന്ന് വെണ്ണ എടുക്കുകയാണ്. ഇങ്ങനെ ഒരേ വസ്തു തന്നെ തിരിച്ചും മറിച്ചും എത്ര മാറ്റങ്ങൾക്കാണ് റബ്ബ് വിധേയമാക്കുന്നത്, എന്തെല്ലാം വസ്തുക്കളായിട്ടാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ആ ഖാലിഖും അലിക്കുമായ റബ്ബ് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവനെ രണ്ടാമത് ജീവിപ്പിക്കുന്നതും അവരെ പോലുള്ള മനുഷ്യരെ വീണ്ടും കൊണ്ടുവരുന്നതും പടച്ചവനൊരു പ്രശ്നമാണോ? അല്ല, അല്ല. അവന് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നത്, വീണ്ടും കൊണ്ടുവരുന്നത് അവനൊരു പ്രശ്നമല്ല. അവൻ നന്നായി സൃഷ്ടിക്കുന്നവനാണ്, എല്ലാ വിഷയങ്ങളും അറിയുന്നവനാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വിഷയം ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഒരു ഉത്തരവേ വേണ്ടൂ, ഉണ്ടാകണം എന്നൊരു ഉദ്ദേശമേ വേണ്ടൂ. അപ്പോഴേക്കതുണ്ടാകുന്ന വിധത്തിൽ അവൻ കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. മുഴുവൻ വിഷയത്തിന്റെയും അധികാരം, മുഴുവൻ വിഷയത്തിന്റെയും എല്ലാ പവറും അവന്റെ അധികാരത്തിലാണ്, അവന്റെ കരങ്ങളിലാണ്, അഥവാ അവന്റെ അധികാരത്തിലാണ്. അങ്ങനെ മുഴുവൻ വിഷയങ്ങളും അടക്കി ഭരിക്കുന്ന റബ്ബ് അവൻ പരിശുദ്ധൻ തന്നെ. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. ആ റബ്ബിലേക്ക് ഏത് മുതലാളിയാണെങ്കിലും ശരി, ഏത് തൊഴിലാളിയാണെങ്കിലും ശരി, ഏത് ഡോക്ടറാണെങ്കിലും ശരി, ഏത് രോഗിയാണെങ്കിലും ശരി, ഏത് പണ്ഡിതനാണെങ്കിലും ശരി, ഏത് പാമരനാണെങ്കിലും ശരി, ഏത് ആരോഗ്യമുള്ളവനാണെങ്കിലും ആരോഗ്യമില്ലാത്തവനാണെങ്കിലും, ഏത് അധികാരമുള്ളവനാണെങ്കിലും, ഏത് രാജാവാണെങ്കിലും, ഏത് പ്രജയാണെങ്കിലും, ആരാണെങ്കിലും ശരി, വഇലൈഹി തുർജഊൻ. അവനിലേക്ക് നിങ്ങളെ മുഴുവനും മടക്കപ്പെടുന്നു.
സുബ്ഹാനല്ലദീ ബിയദിഹി മൽകൂതു കുല്ലി ഷൈ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവാദങ്ങളിൽ താല്പര്യമില്ല. നമ്മൾ വിവാദത്തിന്റെ ആളുകളുമല്ല. മുസ്ലിം ഉമ്മത്ത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കി മറ്റ് സമുദായത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമാകേണ്ടവരുമല്ല. മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചിന്തിക്കാനുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ വേദനയോടെ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ അശ്അരിയ എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്നാ പലർക്കും തോന്നൽ എന്താണ്? സ്ഥാപനങ്ങൾ കൂടിപ്പോയി, വർദ്ധിച്ചുപോയി എന്നാണ്. എന്നാൽ പറയട്ടെ, നമ്മളുടെ കയ്യിൽ സ്ഥാപനങ്ങളൊന്നും പോരാ. ഞാൻ വേദനയോടെ പറയുകയാണ്. ഒരു നിലക്ക് സന്തോഷത്തോടെയുമാണ്, പക്ഷേ വേദന മനസ്സിലുണ്ട്. ഞാൻ ഈ അടുത്ത് സിറാജുൽ ഹുദയുടെ കീഴിൽ ഉള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനാരംഭത്തിന് പോയി. LKG കുട്ടിക്ക് ഫാത്തിഹ ഓതി തുടങ്ങി കൊടുക്കാൻ വേണ്ടി പോയത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫാത്തിഹ കൊണ്ടാ തുടങ്ങി. ഇന്ന് രാവിലെ കുറ്റിയാടി ദേവാ കോളേജിലെ കുട്ടിക്ക് ഫാത്തിഹ ഓതി തുടങ്ങി കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. തുടങ്ങിക്കൊടുത്തത് എന്റെ അടുത്തുള്ള ഒരു സയ്യിദിനെ കൊണ്ടാ തുടങ്ങിച്ചു. താഹത്തങ്ങളെ തുടങ്ങിക്കൊടുത്തത്. ഞാൻ അതിൽ കുറെ ഉപദേശം നൽകിയതിന് ശേഷം, സുബീൻ സ്കെച്ചിന് ശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദേവാ കോളേജിൽ അൽഹംദുലില്ലാഹ് ഡിഗ്രിക്ക് എഴുതിയ മുഴുവൻ കുട്ടികളും ഡിഗ്രിയിൽ ജയിച്ചു എന്ന് വരുന്ന സമയത്ത് എനിക്ക് റിപ്പോർട്ട്. നമ്മുടെ സ്കൂള് 3 സ്കൂളിൽ ഞാൻ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതായത് 3 സിറാജുലുടെ 3 സ്കൂളുകളിൽ SSLC പരീക്ഷ CBSE സിലബസ് പ്രകാരം ഈ വർഷം നടന്നിട്ടുണ്ട്. 3 സ്കൂളിലും മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായിട്ടുണ്ട്. ഒറ്റ കുട്ടി അതിനേക്കാൾ ചേർത്തില്ല. എല്ലാം ഡിസ്റ്റിങ്ഷനാണ്. പല കുട്ടികൾക്കും മദ്രസയിലും നല്ല റാങ്കുണ്ട്. അങ്ങനെ ദീനും ദുനിയാവും ഒരേ സമയത്ത് പഠിപ്പിക്കാനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നാം വളർത്തിയെടുക്കുന്നത്. അത് അശ്അരിയായിരുന്നാലും ശരി, ഇനി നമ്മുടെ മർക്കസായിരുന്നാലും ശരിയായിരുന്നാലും മഖറായിരുന്നാലും മഅദിനായിരുന്നാലും മംബആയിരുന്നാലും മജ്മുആയിരുന്നാലും, അങ്ങനെ ഏത് സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളൊക്കെ നാം പ്രവർത്തിക്കുന്നത് ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അങ്ങനെ കുട്ടികളൊക്കെ ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായപ്പോൾ കുറെ കുട്ടികൾ A1 ആയി. മുഴുവൻ കുട്ടികൾ എല്ലാ വിഷയത്തിലും A1 വാങ്ങി വളരെ ഉന്നത വിജയം വാങ്ങി. അങ്ങനെ വിജയിച്ചു പോയ കുട്ടികളുടെ രക്ഷിതാക്കൾ പിന്നീട് വരികയാണ്. വന്നിട്ട് പറയാണ്, ഉസ്താദെ, ഞാൻ എന്റെ കുട്ടീനെ ഒരു നല്ല ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. അവർക്ക് എൻട്രൻസിനും എഴുതാൻ സാധിക്കണം, അതോടുകൂടെ തന്നെ അവർക്ക് +1 +2 പഠിക്കാൻ സാധിക്കണം. അതിന് സൗകര്യമുള്ള ഒരു ഹോസ്റ്റൽ നമ്മളേതെങ്കിലും ഉണ്ടോ എന്ന് വന്ന് ചോദിക്കാൻ. ഒരൊറ്റ ഹോസ്റ്റൽ, ഒരു നിലവാരം പുലർത്തുന്ന ഉന്നത നിലവാരത്തിലുള്ള ഒരു ഹോസ്റ്റൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എന്റെ മനസ്സിൽ ഒറ്റ ഓർമ്മയിൽ വന്നില്ല. ഞാൻ നമ്മളെ ഒരു വേദന പറയും. അതേ സമയത്ത് ഞാൻ സ്കൂളിൽ കുട്ടികളെ പഠനാരംഭത്തിന് ചെല്ലുമ്പോൾ സ്റ്റേജും വരെ നാദാപുരത്തെ SI നോബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുട്ടി നമ്മളെ സ്കൂൾ പഠിക്കുന്നുണ്ട്. നമ്മളെ സ്കൂൾ 2000 കുട്ടികൾ നാദാപുരത്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ അമുസ്ലിം സഹോദരന്മാരെ കുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് SIന്റെ മോൻ തന്നെയാണ്, കുട്ടി തന്നെയാണ്. അതെന്താ കാരണം? നമ്മൾ ഒരു പീരീഡ് ഫാത്തിഹ പഠിപ്പിക്കും, മറ്റേ പീരീഡ് നമ്മൾ അഖ്ലാഖ് പഠിപ്പിക്കും, വേറൊരു പീരീഡ് അമലിയാത്ത് പഠിപ്പിക്കും. അതിന്റെ ഇടക്കാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം നടക്കുന്നത്. എന്നിട്ടാണ് ഈ ഡിസിഷനൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവരെ കുട്ടികൾക്ക് ഇതൊന്നും പഠിക്കൽ ആവശ്യമില്ലല്ലോ. അപ്പൊ അവരെ കുട്ടികളെ സമയം പോയി പോകും. മാത്രമല്ല, കുട്ടികൾ നമ്മളെ സ്കൂളിൽ കുറച്ച് ദിവസം പഠിച്ചാൽ പിന്നെ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, ചായ എടുത്ത് കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അതുകൊണ്ട് പലരും ചേർക്കില്ല, നമുക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അപ്പൊ അദ്ദേഹത്തോട് ഇത് ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അതും പഠിച്ചോട്ടെ തന്നെ അയാൾ അങ്ങനെ ചേർത്തതാണ്. അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് എന്റെ മാനേജർ പറഞ്ഞു, ഇയാൾ പ്രത്യേക ഉസ്താദിനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണ്? ഇയാൾ പറഞ്ഞ അയാൾ കോട്ടയം ഭാഗത്തുള്ള ഒരാളാണ്. കോട്ടയം ഭാഗത്തൊക്കെ ഏകദേശം എല്ലാ ചർച്ചിനോടനുബന്ധിച്ചും ക്രിസ്തീയ സഹോദരന്മാർക്ക് അവരുടെ പുരോഹിതന്മാരും മറ്റും പ്രവർത്തിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഉണ്ട്, ഡിഗ്രി പഠിക്കുന്ന കോളേജുണ്ട്, എല്ലാ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ എല്ലാ പള്ളിയോടനുബന്ധിച്ച് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ഉസ്താദിനോട് പറയണം. ഈ നാദാപുര ഭാഗത്തൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുസ്ലിമീങ്ങൾ എത്ര മുതലാളിമാരുണ്ട്, എത്ര കക്ഷികളുണ്ട്. പക്ഷേ നമ്മുടെ ദീനീ വിദ്യാഭ്യാസവും കൂടി കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ യുവതലമുറയെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ അവരുടെ ദീൻ ചോർന്നു പോകാതെ അവരുടെ വിശ്വാസവും കർമ്മവും ഒക്കെ
കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര ഇനിയും ഉയരേണ്ടതുണ്ട്, എത്ര വളരേണ്ടതുണ്ട്. ബിസിനസ്സിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന പലരും ഉണ്ടാകാം. അവർക്ക് ബിസിനസ്, പണം, അതിലപ്പുറം ആ കുട്ടികൾക്ക് ധാർമ്മിക ബോധം വേണം, ധാർമ്മിക വിദ്യാഭ്യാസം വേണമെന്ന ചിന്ത പലർക്കും വരുന്നില്ല. ആരെങ്കിലും ഉള്ളവരുണ്ടാകാം, പലർക്കും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ കീഴിൽ തന്നെ നാം ഉന്നത നിലവാരമുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തണം എന്ന് അടിക്കടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അത്തരം സംരംഭങ്ങളെ സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. ഒരാൾ എന്നെ ടെലിഫോൺ ചെയ്ത് പറയുകയാണ്, ഉസ്താദേ ഒരു സംശയം. ഒരാൾ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് സംശയം പോകുന്നില്ല. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങളൊരു വിശ്വാസിയല്ലേ? അദ്ദേഹത്തിന് പറയും, ഞാൻ വിശ്വാസിയാണ്, പക്ഷേ എന്നെ ചോദ്യം ചെയ്തവൻ വിശ്വാസിയല്ല. അവൻ യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ ആണ്. എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, ബാപ്പയും ഉമ്മയും മുസ്ലിമാണ്, മക്കള് പച്ച കാഫിറാണ്, ഈമാൻ തെറ്റിപ്പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകളെ, ഞങ്ങളെ ശിഷ്യ പരമ്പരകളെ, ഞങ്ങളെ നീ ഈമാൻ ഉറച്ചവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഈമാനിന്റെ വെളിച്ചം അമേരിക്കയുടെ പ്രസിഡന്റിന് റബ്ബ് കൊടുത്തിട്ടില്ല, ഇന്ത്യയുടെ ഇന്നേവരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ല. അതേ ഈമാനിന്റെ വെളിച്ചം കിട്ടിയവരാണ് സാധുക്കളായ നമ്മൾ. അത് നമ്മുടെ മുൻഗാമികൾ മുഖേന നമ്മിലേക്ക് കൈമാറി വന്നതാണ്. അത് നമ്മുടെ വരും തലമുറയിൽ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അത് അന്ത്യനാൾ വരെ തുടരേണ്ടതില്ലേ? നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾ വേണ്ടതില്ലേ? ബാപ്പയെ എന്തിന് ഖബർസ്ഥാനിൽ കൊണ്ടുപോകണം? ബാപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം? ബാപ്പയുടെ പേരിൽ ഞാൻ എന്തിന് ഭക്ഷണം കൊടുക്കണം? ബാപ്പയ്ക്ക് എന്താണ് അതുകൊണ്ട് കാര്യം? മരിച്ചാൽ മണ്ണോട് മണ്ണ് ചേർന്ന് ബാപ്പ നശിച്ചു പോയില്ലേ എന്ന് ചിന്തിക്കുന്ന, തീരെ വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത മക്കള് പലർക്കും വളരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ എതിരാളിയായി നിങ്ങളോട് ചോദ്യം ചോദിച്ച മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചില സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളതിന് കൃത്യമായ മറുപടി പറയണം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വാസിയാണ്. രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, പടച്ചവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ അവൻ അത് നിഷേധിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, പടച്ചവൻ ഇല്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് അവന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പടച്ചവൻ ഇല്ല, ഇത് നിയന്ത്രിക്കുന്ന ഒരാളില്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ആ യുക്തിവാദിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങളോട് നിങ്ങളെ മുന്നിൽ ഞാൻ വെക്കുന്നു, പടച്ചവൻ ഇല്ല എന്നതിന് ഇന്ന് വരെ ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും ഒരു തെളിവും പറയാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതല്ല. അവനാകത്തുക പറയാനുള്ളത് ഉണ്ടെങ്കിൽ കാണണ്ടേ എന്നാണ്. ഉള്ളതെല്ലാം കാണണമെന്നുണ്ടോ? ഈ പറയുന്ന മനുഷ്യന് ബുദ്ധിയില്ലേ? ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ആ ബുദ്ധി അവൻ കണ്ടിട്ടുണ്ടോ? അവൻ കാണാത്തത് കൊണ്ട് ബുദ്ധിയില്ലെന്നാണോ വിധിക്കേണ്ടത്? ബുദ്ധി ഉണ്ടെന്നാണോ വിധിക്കേണ്ടത്?